പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 29 ബുധനാഴ്ച. ഇന്നത്തെ വായനയ്ക്കായി നിർദ്ദേശിച്ചിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഞാനതിൽ 3-ാമത്തെ വാക്യം വായിക്കട്ടെ. അവൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. അവൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, യേശു പറഞ്ഞൊരു ഉപമയാണ് നല്ല ഇടയൻ്റെ ഉപമ. യേശു നല്ല ഇടയനാണ്, നമ്മളെല്ലാവരും ജനങ്ങളാണ്. അന്നത്തെ സാഹചര്യം ഓർക്കുക. ഇടയൻ്റെയും ആടിൻ്റെയും ആടുകളുടെ ഇടയന്മാർ എല്ലാ ഇടയന്മാർക്കും ആലകളുണ്ടായിരുന്നില്ല. പകല് അവർ മരുഭൂമിയിൽ ആടുകളെ തീറ്റി കൊണ്ടു നടക്കും. സന്ധ്യയാകുമ്പോൾ എല്ലാവരെയും കൂടി പൊതു സ്ഥലത്തേക്ക് കൊണ്ടുവരും. ഒരാലയാണ്. അവിടെ എല്ലാവരെയും കൂടി പൊതുവായിട്ട് ഒരാലയിൽ ആക്കുന്നു. അതിൽ കാവൽ നിൽക്കുന്നു. പിറ്റേ ദിവസം രാവിലെ അനേകം ഇടയന്മാരുണ്ടാകും, അനേകം ആടുകളുണ്ടാകും. ഓരോ ഇടയനും ഓരോ ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ ആ ശബ്ദം തിരിച്ചറിയുന്ന ആടുകൾ ആ ഇടയൻ്റെ പിന്നാലെ പോകുന്നു. ഇതാണ് യേശു എടുത്തു കാണിക്കുന്നത്. ഞാൻ ഇടയനാണ്, ഇടയൻ എൻ്റെ സ്വരം ശ്രമിക്കുന്നു. ആടുകൾ സ്വന്തമല്ലാത്തവൻ്റെ വാക്കുകൾ ആടുകൾ കേൾക്കുകയില്ല. അപ്പോൾ യേശു പറയും, ഞാൻ നല്ല ഇടയനാണ്, എൻ്റെ ആടുകളിനെ അനുഗമിക്കും. എന്താണ് അർത്ഥമാക്കുന്നത്? നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതാണ്, നമുക്ക് മുമ്പേ പോകുന്നവനാണ്. അപ്പോൾ യേശുവാണ് നല്ല ഇടയൻ എന്ന് പറയുമ്പോൾ യേശുവാണ് എന്നെ നയിക്കുന്നത്, യേശുവാണ് എനിക്ക് ജീവൻ നൽകുന്നത്, എനിക്ക് ആവശ്യമാണെല്ലാം തരിക. ഞാനൊന്നേ ചെയ്യേണ്ടതുള്ളൂ, അവൻ്റെ വാക്ക് കേൾക്കണം, അവൻ്റെ സ്വരം തിരിച്ചറിയണം, അവൻ്റെ പിന്നാലെ പോകണം. അവനെന്നെ നയിക്കുന്നത് പിതാവിൻ്റെ ഭവനത്തിലേക്കാണ്, ആലയിലേക്കാണ്. അപ്പോൾ നല്ല ഇടയനായ യേശു എനിക്ക് മുമ്പേ പോകുന്നു. ആ നല്ല ഇടയനെ ഞാൻ അനുകരിക്കാൻ തയ്യാറാണ്. അവൻ്റെ വാക്ക് കേൾക്കണം, അവൻ്റെ പിന്നാലെ പോകണം. മറ്റ് പ്രലോഭനങ്ങൾ മറ്റു പിന്നാലെ പോകരുത്. മറ്റ് വഴിയുണ്ടാകുന്ന പ്രലോഭനങ്ങൾക്ക് പിന്നാലെ പോകരുത്. യേശുവിൻ്റെ വചനം സ്വീകരിച്ച് യേശു നയിക്കുന്ന വഴിയെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇടയൻ്റെ വചനം തിരിച്ചറിയുക, ഇടയൻ്റെ സ്വരം തിരിച്ചറിയുക, ആ ഇടയൻ്റെ പിന്നാലെ പോവുക. നല്ല ഇടയനായ യേശുവിനെ നമ്മൾ അനുഗമിക്കണം. അതുപോലെ നമ്മളും നല്ല ഇടയന്മാരാകാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. അധ്യാപകരാകട്ടെ, മാതാപിതാക്കന്മാരാകട്ടെ, വൈദികരാകട്ടെ, എല്ലാവരും മറ്റുള്ളവരെ നയിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരെല്ലാം ഇടയന്മാരാണ്, രാഷ്ട്രീയ അധികാരികളും. അപ്പോൾ ആടുകളുടെ നന്മയായിരിക്കണം ഇടയൻ്റെ ലക്ഷ്യം, അല്ലാണ്ട് ഇടയൻ്റെ സ്വന്തം നന്മയല്ല. അപ്പോൾ തമ്പുരാൻ നമ്മളെ ഇടയനെ പോലെ ആടുകൾ പോലെ നയിക്കുന്നു. അതോടൊപ്പം ആ ഇടയൻ്റെ മനോഭാവം നമുക്കുണ്ടാകണം, നമ്മളെ നയിക്കണം. അപ്പോൾ ഇടയനെ അനുഗമിക്കുക, മറ്റുള്ളവരെ നയിക്കുക. അത് രണ്ടിനുള്ള കൃപ തമ്പുരാൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നിൻ വഴിയേ നടക്ക